വാർത്തകളിലേക്ക് പോവുകയാണ്. ആലപ്പുഴ കായംകുളത്ത് 42കാരും മരിച്ചത് പാമ്പുകടി ഏറ്റിട്ടാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന് ആശുപത്രിയുടെ വിശദീകരണം. മരിച്ച സെലീനയ്ക്ക് പാമ്പുകടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ ഇല്ലായിരുന്നു. എന്തോ കടിച്ചു എന്ന രീതിയിൽ ബോധത്തോടെയാണ് എത്തിയത്. പാമ്പാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഉറപ്പിക്കാൻ ആകൂവെന്നും കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ ശ്രീപ്രസാദ് പറഞ്ഞു. നമുക്ക് ന്യൂറോളജിക്കൽ സയൻസ് ഒന്നും ഇല്ലാതെ ASV പോലെയുള്ളൊരു മരുന്ന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി, പാമ്പ് കടിച്ചു എന്നുള്ള രീതിക്കനുസരിച്ച് വ്യക്തമായൊരു ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല. രണ്ടാമത് എൻവനമേഷൻ്റെ, അതായത് ഈ പാമ്പിൻ്റെ വിഷബാധ ഏറ്റിട്ടുള്ള രോഗലക്ഷണങ്ങൾ രോഗിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ASV നൽകാനായിട്ട് സാധിക്കത്തില്ല. രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കൊടുത്തേനെ. ഏപ്രിൽ 3-ാം തീയതി ഇതേ ആശുപത്രിയിൽ വെച്ചിട്ട് നമ്മൾ ASV കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പേഷ്യൻറ്റിനെ രണ്ടാമത് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയായിരുന്നു. അഥവാ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിക്കനുസരിച്ച് ASV നമ്മൾ നൽകും. നമ്മുടെ ആശുപത്രിയിൽ ASV ഉണ്ട്. നിലവിൽ ഇപ്പോൾ 11 ASV നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, ഇവരെ അണലി കടിച്ചു എന്ന് തന്നെയാണോ കുടുംബം പറയുന്നത്? അതോടൊപ്പം സാധാരണഗതി ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ഇത് സ്ഥിരീകരിക്കാതെ ആന്റിവെനം അല്ലെങ്കിൽ പോളിവെനം നൽകാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ ആ സ്ഥിരീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഈ രക്തപരിശോധനയെ സംബന്ധിച്ച് എന്തെങ്കിലും ആശുപത്രി അധികൃതർ പറയുന്നുണ്ടോ? രുചീഷ, ഇന്നലെ 7:30 കൂടിയാണ് കായംകുളം കൊറ്റംകുളങ്ങര ഭാഗത്ത് വെച്ച് ഇത്തരത്തിൽ സെലീനയ്ക്ക് 42 വയസ്സായിരുന്നു ഇവർക്ക് പാമ്പുകടി ഏൽക്കുന്നത്. ബന്ധുവിന്റെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇരുചക്ര വാഹനം പാർക്ക് ചെയ്ത് മകൾക്കൊപ്പം ഇറങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ എന്തോ കാലിൽ കടിച്ചു എന്ന് തോന്നുകയും മകൾ ഇത് പാമ്പാണ് എന്ന്, പാമ്പ് പോകുന്നതായി കണ്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെയാണ് ഇവരെ പെട്ടെന്ന് തന്നെ കായംകുളത്തെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവരെ പരിശോധിച്ചിരുന്ന ഡോക്ടർ ശ്രീപ്രസാദ് പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഇത്തരത്തിൽ പാമ്പ് വിഷബാധ ഏറ്റതിന്റെ യാതൊരു തരത്തിലുള്ള ലക്ഷണവും ഇവർ ആശുപത്രിയിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ വലിയ രീതിയിലുള്ള ടെൻഷനിലായിരുന്നു ഈ രോഗി ഉണ്ടായിരുന്നത്. തുടർന്ന് ശുചിമുറിയിലേക്ക് പോകുമ്പോൾ കുഴഞ്ഞു വീഴുകയും അവിടെ വെച്ചാണ് പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്ത സ്ഥിതി ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ വ്യക്തമായിട്ടുള്ള വിഷബാധയുടെ ലക്ഷണങ്ങളില്ലാതെ ആന്റിവെനം കൊടുക്കാൻ സാധിക്കുന്നതല്ല. അതാണ് മെഡിക്കൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരുന്നതിനാലാണ് ഇത്തരത്തിൽ ആന്റിവെനം നൽകാൻ സാധിക്കായിരുന്നത്. എന്നാൽ ഈ രോഗിക്കൊപ്പം ഇന്നലെ ആശുപത്രിയിൽ എത്തിയ ബന്ധുക്കളോട് ഈ ആശുപത്രി അധികൃതർ പറഞ്ഞതായി അവർ പറയുന്നത്, ഇന്ന് രാവിലെ നമ്മൾ അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആന്റിവെനം ആശുപത്രിയിൽ ഇല്ല എന്നും അതുകൂടാതെ തന്നെ നൂറിനാടുള്ള പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലേക്കും അതോടൊപ്പം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും രോഗിയെ കൊണ്ടുപോകാം എന്നും ഈ ഡോക്ടർ പറഞ്ഞതായി ഇവർ പറയുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത രോഗിയെ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് മാറ്റണമെന്ന് ഈ ഡോക്ടർ തന്നെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും എന്താണ് ഇത്തരത്തിൽ രോഗിയുടെ മരണത്തിലുള്ള കാരണമായത് എന്നതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ സെലീനയുടെ കാലിൽ ഉണ്ടായിരുന്ന പാട് പാമ്പ് കടിക്ക് സമാനമായിരുന്നതല്ല എന്നൊരു നിരീക്ഷണവും പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ പാമ്പ് കടിച്ചത് തന്നെയാണ് എന്ന് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പാടായിരുന്നില്ല എന്നൊരു നിരീക്ഷണവും ഈ ആശുപത്രി അധികൃതർക്ക് ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയാണ് കടിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. മകൾ പാമ്പിനെ കണ്ടതായും ഇപ്പോൾ പറയുന്നുണ്ട്. ഈ പരിസരത്തെല്ലാം വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. ഈ പ്രദേശത്ത് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ അണലിയെ കണ്ടെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അവിടെയും ഇത്തരത്തിലുള്ളൊരു സർപ്പബാധ അല്ലെങ്കിൽ വിഷബാധ ഏറ്റ ഒരു കേസ് ഉണ്ടായിരുന്നു. പിന്നീട് ചികിത്സിച്ച് ശരിയാവുകയാണ് ചെയ്തത്. തൊട്ടടുത്ത് തന്നെ ഒരു ആക്രിക്കട പോലുള്ള ഒരു ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗണിൽ നിറയെ വിഷസർപ്പങ്ങളാണെന്നും അവയാണ് ഇത്തരത്തിൽ ഇവിടെ വന്ന് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു നിരീക്ഷണമാണ് ഇപ്പോൾ നാട്ടുകാർക്കുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ്, ഈ പാമ്പിനെ തുരത്താനുള്ള നടപടികളാണ് ഈ പ്രദേശത്തെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മരണത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവ് ഉണ്ടായിരിക്കുകയാണ് രുചീഷ്. ശരി അമൽ, എന്തായാലും ഇത് പാമ്പ് കടിയേറ്റാണോ മരണം എന്ന കാര്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇനിയൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും